PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിലെ മാത്സ് ആണ് എടുക്കുന്നത്. മാത്സ് ചാപ്റ്റർ 5 ട്രിഗ്നോമെട്രി, ത്രികോണമിതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ത്രികോണമിതിയുടെ അളവുകൾ പറഞ്ഞു അല്ലേ. ട്രിഗ്നോമെട്രിക്ക് പറഞ്ഞു 6 അളവുകളുണ്ട്, പക്ഷെ 3 എണ്ണാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ആ അളവുകൾ ഒന്നും കൂടി ഞാനത് പറഞ്ഞുതരാം. ട്രയാങ്കിളിന്റെ 2 ട്രയാങ്കിൾസ് നമ്മൾ പറഞ്ഞു, 40, 45, 45, 90, 30, 60, 90. ഈ 2 ട്രയാങ്കിൾസ് വെച്ചിട്ട് നമുക്കൊന്നും കൂടി ഈ അളവുകളൊന്ന് പറഞ്ഞു തരാണ്. ഇവിടെ 45, 45, 90. ഇത് ശരിക്കും മനസ്സിലാക്കിയാലാണ് നമുക്ക് ഈ പാഠം ശരിക്കും നന്നായിട്ട് എളുപ്പമാവുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാവരും തറവിട്ട് വെക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇത് 30, ഇത് 60, ഇത് 90 ആണെങ്കിൽ സൈൻ, കോസ്, ടാൻ എല്ലാം പഠിച്ചതല്ലേ നമ്മള്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അത് ഞാൻ പറഞ്ഞ ഒരു ടേബിൾ പോലെ നിങ്ങൾ ആക്കി വെക്കാൻ പറഞ്ഞിരുന്നു. സൈൻ, കോസും ടാനും. ഇനി ഈ പടത്തിലേക്ക് നോക്കി നമ്മൾ ഒന്നും കൂടി എഴുതുക. ഇവിടെ സൈനും കോസും ടാനും എഴുതാൻ നോക്കാം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അതില് നമ്മുടെ കയ്യില് 30ന്റെ അളവുണ്ട്, പിന്നെ ഏതാണത് 45 ഉണ്ട്. ഓർഡറിൽ എഴുതുന്നേ ഉള്ളൂ കേട്ടോ. 30ന്റെ ഉണ്ട്, 45ന്റെ ഉണ്ട്. അതിനു മുമ്പ് ഇവിടെ 0 ഉണ്ട്. 30, 45, 60, 90. ഇത്രയും അളവുകളാണ് നമുക്ക് കിട്ടേണ്ടത്. അതിൽ 0, 90 നമുക്ക് വരുന്നില്ല. 30, 45, 60 ആണ് നമുക്ക് വേണ്ടത്. അതിലെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം. സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എ 0 ആണെങ്കിൽ, അതുപോലെ കോസ് എ, പിന്നെ നമ്മൾ പറഞ്ഞു മൂന്നാമത്തേതാണ് ടാൻ എ. ഈ 3 എണ്ണേ നമ്മൾ പഠിക്കുന്നുള്ളൂ കേട്ടോ. സൈന്, സൈൻ, SIN, ഈ സൈൻ ആണ്. പക്ഷെ നമ്മൾ ഇതിൽ എഴുതുമ്പോൾ സൈൻ ആണ്. SIN, സൈൻ എന്ന് വായിക്കുന്നത് കേട്ടോ. പിന്നത്തെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു കൊസൈൻ ആണ്. കൊസൈൻ എ, കൊസൈൻ എയുടെ ഷോർട്ട് ഫോം ആണ് കോസ് എ എന്ന് നമ്മൾ എഴുതുന്നത്. പിന്നെ അടുത്തതാണ് ടാൻജന്റ് എ. ടാൻജന്റ് എ ആണ് ടാൻ എ. ആദ്യത്തെ 3 എണ്ണേ നമ്മൾ പഠിക്കുന്നുള്ളൂ, നമുക്ക് അതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ പ്ലസ് 2 പോകുമ്പോഴാണ് ബാക്കിയുള്ളത് വരുന്നത്. അതാണ് കൊസീക്കന്റ്. കൊസീക്കന്റ് എന്ന് പറയുമ്പോ സൈൻ എയുടെ റെസിപ്രോക്കൽ ഇട്ടാൽ മതി, അത്രേ ഉള്ളൂ. അതൊന്ന് പേര് കേട്ട് വെച്ചാൽ മതി കേട്ടോ, അല്ലാതെ നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല. കൊസീക്കന്റ് എന്ന് പറഞ്ഞാൽ സൈൻ എയുടെ 1/sin A ആണ് കൊസീക്കന്റ്. അതുപോലെ തന്നെ സീക്കന്റ്. സീക്കന്റ് വരുന്ന സമയത്ത് 1/cos A. റെസിപ്രോക്കൽ ഇടാം. നമ്മൾ cos A എന്താണോ അതിന്റെ റെസിപ്രോക്കൽ. ദെൻ അടുത്തതാണ് കോടാൻജന്റ്. കോടാൻജന്റ് എന്ന് പറഞ്ഞാൽ ടാനിന്റെ റെസിപ്രോക്കൽ. ഇത്രയുള്ള 3 എണ്ണം കേട്ടോ. അപ്പൊ ആ 3 എണ്ണം നമ്മൾ പഠിക്കുന്നില്ല, പക്ഷെ നമുക്ക് ആവശ്യം ഇതാണ് സൈൻ എ, കോസ് എ, ടാൻ എ. അതില് സൈൻ എയുടെ സൈൻ എ എന്ന് പറയുന്ന അളവ് 0 ആണെങ്കിൽ നമുക്ക് വരുന്നത് എന്താണ്? ഇവിടെ 0 ആണ്. കോസ് എ വരുമ്പോ കോസ് എ, ടാൻ എ. അത് ശരിക്കും വൃത്തിയിൽ ഇവിടെ എഴുതി വെക്കാം കേട്ടോ. കാരണം 0, 35, 40, 60, 90 ഇതാണ് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പൊ അതിന് ഇത് സൈൻ എ എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 ആണെങ്കിൽ 0ന്റെ സൈൻ എ വരുമ്പോ എത്രയാണ്? ഇവിടെ 0 ആണ്. കോസ് വന്നു കഴിഞ്ഞാൽ എത്രയാണ്? നമുക്ക് 1 ആണ്. ടാൻ വന്നാൽ 0 തന്നെയാണ്. കിട്ടിയില്ലേ? ഇനി അടുത്തത് 30ന്റെ ആണ്. 30, 45, 60 അത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. 30 ആണ് സൈൻ എ. എ എന്ന് പറഞ്ഞാൽ ഈ വശമാണെങ്കിൽ അതിനെതിരെയുള്ള വശമാണ് നമ്മൾ നോക്കുക. അപ്പൊ 30 എ ആണെങ്കിൽ, ഈ എ എന്ന് പറയുന്ന ആംഗിൾ ആണ് 30 എങ്കിൽ നമ്മൾ എന്താണ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കുക. സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30ന്റെ എതിരെ എടുക്കുന്ന ഇത് വശമല്ലേ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. അതുപോലെ തന്നെ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞ സമീപവശം, അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് അല്ലെ ഈ 30ന്റെ
ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. എന്നാൽ ഒന്നും കൂടി പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കാം. ഈ 30ന്റെ സമീപവശം ഇത് ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പോ sin 30 നമ്മൾ എന്തെന്ന് എഴുതാം? sin 30 നമുക്ക് വരുന്നത് എത്രയാണ്? 1/2 ആണ് അല്ലെ. നോക്കിയേ 45 1:1 ആണ്. 30ന്റെ വരുമ്പോ എന്താണ് വരുന്നത്? 1:60 √3. ഇത് 2 ആണ് 90. അപ്പൊ ഇനി നമുക്ക് റേഷ്യോസ് വേഗം എഴുതാം. എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? 30ന്റെ നമ്മൾ പറഞ്ഞു 1/2. 30 1 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, എതിർവശം ബൈ കർണം. കിട്ടി. ഇനി കോസ് 30 എന്ന് പറയുമ്പോ എന്താണ്? 30ന്റെ സമീപവശം, 30ന്റെ തൊട്ടടുത്ത് എടുക്കുന്നത് എന്താണ്? √3 ആണ്. √3 ബൈ ഹൈപ്പോട്ടിന്യൂസ് എത്രയാ? 2 ആണ്. കിട്ടിയോ? ഇനി അടുത്തത് മൂന്നാമത്തത് നമുക്ക് എന്താ വരുന്നത്? ടാൻ വരുമ്പോ എത്രയാ വരുന്നത്? 1/√3. ഇനിയാ ടാൻ 30ന്റെ ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് 1, അതിന്റെ സമീപവശം √3, 1/√3. കിട്ടിയല്ലായിരുന്നു. ഇനി അടുത്തത് നമുക്ക് വരുന്നത് എന്താണ്? 45ന്റെ നോക്കാം. ഈ 45ന്റെ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറയണത്? ശരിക്കും ശ്രദ്ധിച്ച് എഴുതാട്ടോ. വെറുതെ ഇത് ബൈ ഹാർട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞു ഈ പടം ഉണ്ടായാൽ നമുക്ക് ടേബിൾ സുഖമായിട്ട് എഴുതാം. ഇത് നിങ്ങൾക്ക് പറയണതാണ്. 45ന്റെ ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പൊ നമ്മൾ ഇതാണ് സൈൻ എ എന്ന് പറയുന്ന ആംഗിൾ എടുക്കുകയാണെങ്കിൽ 45 ആണ് എടുക്കണമെങ്കിൽ ഒന്നിന്റെ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്. 1/√2 അല്ലെ. ഇനി ഇതോ കോസും സെയിം തന്നെയാണ്. കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്. സമീപവശം അഡ്ജസന്റ് സൈഡും 1 ആണ്. 1/√2. കിട്ടി. ഇനി ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, എതിർവശം ബൈ കർണം. അത് 3 എഴുതി വെക്കണം കേട്ടോ. സൈൻ എന്ന് പറഞ്ഞാൽ സൈൻ എ അല്ലെങ്കിൽ സൈൻ തീറ്റ നമ്മൾ പറയും. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഏതാണ് തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. നമ്മൾ തീറ്റ എന്നുള്ള അളവ് എഴുതുന്നത് എന്തിനാ? ഏതാണോ ആ ആംഗിൾ, അത്രയേ ഉള്ളൂ. അപ്പൊ സൈൻ തീറ്റ 0 ആണെങ്കിൽ നമ്മൾ ഈ അളവുകൾ പറഞ്ഞു. സൈൻ തീറ്റ എ വരുന്നത് ഇതാണ്. സൈൻ തീറ്റ 45 വരുമ്പോൾ ഇതാണ് വരുന്നത്. അപ്പോ നോക്കാം. ഇനി 45 കഴിഞ്ഞാൽ ടാൻ 45 എത്രയാ നോക്കിയേ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് സൈഡ് 1/1. എത്രയാ? 1 ആണ് അല്ലെ. ഇനി അടുത്തത് 60ന്റെ വരുന്ന സമയത്ത് ഇതാണ് 60. അപ്പൊ നമ്മൾ ഈ ആംഗിൾ ആണ് എ എന്ന് പറഞ്ഞെടുക്കുന്നത് അല്ലെ. 60 ആണ് നമ്മൾ ആംഗിൾ എ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ സൈൻ എ എത്രയായിരിക്കും? 60ന്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാ? √3. അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് 2 ആണ്. അപ്പൊ ഇവിടെ വരുന്നത് എത്രയാണ്? √3/2. കിട്ടി. ഇനി കോസ് എ 60ന്റെ കോസ് എത്രയാണ്? സമീപവശം 1 ആണ്. 1/2. ഇനി 60ന്റെ ഓപ്പോസിറ്റ് സൈഡ് √3 ആണ്. ബൈ അഡ്ജസന്റ് സൈഡ് ദാറ്റ് ഈസ് ദ ടാൻ അല്ലേ. √3/1. √3 ഇതെപ്പോ ചോദിച്ചാലും കിട്ടണോ? നന്നായിട്ട് പഠിക്കാം. ഇനി 90ന്റെയാണ് നമുക്ക് ആവശ്യമുള്ളത്. 90ന്റെ സൈൻ 90 എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് സാധാരണ വരില്ല. നിങ്ങൾക്ക് ഈ 3 വരുള്ളൂ. പക്ഷെ നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കണം. 90 എന്ന് പറഞ്ഞാൽ എന്താണ്? 90ന്റെ സൈഡ് ഇപ്പൊ ഏതിന് വേണമെങ്കിലും എടുക്കാം കേട്ടോ. 90 എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ വരുന്നത്? ഇപ്പൊ നമ്മൾ 30, 60, 90ലാണ് 90 എടുക്കണമെങ്കിൽ 90ന്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 2 ആണ്. ബൈ ഹൈപ്പോട്ടിന്യൂസ് എത്രയാണ്? 2/2. അപ്പൊ എത്രയാ വരിക? 1. ഇനിയിപ്പോ ഇതിലാണ് നമ്മൾ 90 എടുക്കണേ. നോക്ക്, ഇതിലാണ് നമ്മൾ 90 എടുക്കണമെങ്കിൽ 90ന്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? √2 ആണ്. അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് എത്രയാണ്? √2 തന്നെ. അപ്പോ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് കാരണം എത്രയാണ്? 1 തന്നെയാണ്. √2/√2 1 തന്നെ കിട്ടി അല്ലെ. ഇനി അടുത്തത് ഏതാണ്? കോസ് 90. കോസ് 90 നമുക്ക് വരുന്നത് ഏതാണ്? 0 വരുന്നത്. കാരണം കോസ് എന്ന് പറഞ്ഞാൽ എന്താ? 90ന്റെ സമീപവശം ബൈ ഇതാണ് സമീപവശം ബൈ കർണമാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് എന്താ വരുള്ളത്? 0 വരുന്നത്. ടാന് ഇല്ല. അപ്പൊ ഇത്രയും നിങ്ങൾ ശരിക്കും ഇതൊന്ന് പഠിച്ചു വെക്കണം. കിട്ടിയോ? മനസ്സിലായില്ലേ? എല്ലാരും ഒന്നും കൂടി ഇത് ശരിക്കും ശ്രദ്ധിക്കുക. ഇത് ശരിക്കും ഇങ്ങനെ എഴുതി വെക്കുക കേട്ടോ.
സൈൻ തീറ്റ പൂജ്യമാണെങ്കിൽ പൂജ്യമാണ്, കോസ് തീറ്റ പൂജ്യമാണെങ്കിൽ എന്താണ് 1 ടാൻ പൂജ്യമാണ്. 30 വരുമ്പോ 1/2 √3/2 1/√3. 45 വരുമ്പോ 1/√2 സൈൻ, കോസ് 1/√2 ടാൻ 1. 60 വരുന്ന സമയത്ത് √3/2 1/2 √3. 90 വരുന്ന സമയത്ത് 1 0 ഇല്ല. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എന്തിനാണ് എഴുതി തന്നറിയോ, ഇത് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഈ 0 90 നമുക്ക് വരുന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം സൈൻ നോക്ക്, സൈൻ എങ്ങനെയാ നമ്പേഴ്സ് പോണേ, 0 തുടങ്ങി 1 വരെയാണ്. നമ്മുടെ ടെക്സ്റ്റിന്റെ ഈ പാഠത്തിന്റെ ലാസ്റ്റ് പേജിൽ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ കേട്ടോ സൈനുകളുടെ ഒക്കെ അളവ്. പേജ് നമ്പർ 124 ട്രിഗണോമെട്രിക് വാല്യൂ എന്ന് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പൊ ചെയ്യാനാണ് ഇങ്ങനെ തരുന്നത്. പരീക്ഷയ്ക്ക് ഇങ്ങനെയല്ല തരാം, ഓരോ ക്വസ്റ്റ്യനിലും തരും സൈനും കോസും ടാനും എത്രയാണ് തരും. പക്ഷെ ഇതിന്റെ തരില്ല കേട്ടോ. ഏതൊക്കെ 30 45 60 ഇത് നമ്മൾ പഠിച്ചു തന്നെ വെക്കണം. അപ്പൊ 30 45 60 എന്നുള്ള ഭാഗം നമുക്ക് അറിയണം. ബാക്കിയുള്ള ഏതിന് ഇപ്പൊ സൈൻ 50 സൈൻ 70 സൈൻ 80 ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കോസ് ആയാലും എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അപ്പോ ഇനി നമുക്ക് നോക്കേണ്ടത്, നമ്മളിപ്പോ ഏതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, സൈനും കോസും ടാനും പറഞ്ഞു. അതില് സൈൻ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 തുടങ്ങി 90 വരുമ്പോ എന്താണ് 1. അപ്പൊ 0 തുടങ്ങി 1 അല്ലെ, ഇങ്ങനെ വലുതായി പോലെ 0 കഴിഞ്ഞാൽ അര, പിന്നെ 1/√2 √3/2 പിന്നെ 1 ആണ് വരുന്നത്. അതുപോലെ തന്നെ കോസ് വരുമ്പോ എന്താ ചെയ്യുന്നത്, നേരെ തിരിച്ചാണ് കണ്ടോ. 0 തുടങ്ങി 1 വരെയാണ് സൈൻ, 0 തുടങ്ങി സൈൻ 90. അതേസമയം കോസ് വരുമ്പോ ഇവിടെ എന്താണ് 1 തുടങ്ങി 0. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് കുറഞ്ഞാ പോണത്, ഇവിടെ ഇങ്ങോട്ട് കൂടിയാണ് പോകുന്നത്. ഇത്രയും ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഈ കണക്കുകൾ തുടങ്ങാം. നമ്മൾ ഇന്നലെ ടെക്സ്റ്റൽ പ്രോബ്ലം തുടങ്ങിയിട്ടുണ്ടായില്ല. പേജ് നമ്പർ സൈൻ കോസ് ഇട്ടാണ് എല്ലാവരും എഴുതി വെച്ച് കഴിഞ്ഞില്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കണക്ക് പേജ് നമ്പർ 109 ആണ് കേട്ടോ. 109 കണക്കുകൾ എല്ലാവരും ഇത് എഴുതി വെക്കണം കേട്ടോ. എപ്പോ ചോദിച്ചാലും കിട്ടണം. 30ന്റെ എത്രയാണ്, 60ന്റെ എത്രയാണ്, 45ന്റെ എത്രയാണ്, സൈനും കോസും ടാനും. ഇത്രയാണ് നമുക്ക് ഈ പാഠത്തിന് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നന്നായിട്ട് ഈ 2 ട്രയാങ്കിൾസ് ഓർക്കുക നമുക്കൊക്കെ കിട്ടും. ഈ 2 ട്രയാങ്കിൾസ് മതി നമുക്ക് ഏത് കാണണമെങ്കിലും ഏതിന്റെ വാല്യൂ വേണമെങ്കിലും കാണാൻ സാധിക്കും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഇതാണ് ഫസ്റ്റ് ചോദ്യം. The length of the 2 sides of the triangle are 8 cm, 10 cm and the angle between them is 40 degree. The length of the 2 sides of the triangle. ഒരു ത്രികോണത്തിന്റെ 2 സൈഡുകൾ തന്നിട്ടുണ്ട്. The length of the 2 sides of the triangle is 8 cm and 10 cm ആണ്. അപ്പൊ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കാം. റൈറ്റ് ആംഗിൾ അല്ല കേട്ടോ, റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇത് നമുക്ക് എന്താണ് 8ഉം 10ഉം ഇതാണ് തന്നിരിക്കുന്നത്. And the angle between them is 40 degree. ഇതിന്റെ ഇടയിലുള്ള ഈ ആംഗിൾ 40 ഡിഗ്രി ആണ്. കാൽക്കുലേറ്റ് ദ ഏരിയ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിന്റെ ഏരിയ കാണാനാണ്, പരപ്പളവ് കാണാനാണ്. And what is the area of the triangle with അടുത്ത ക്വസ്റ്റ്യൻ ആണ് with the side of same length but the angle between them is 140 ആണ് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. നമ്മുടെ ഈ ട്രയാങ്കിളില് നമുക്ക് ആവശ്യം എന്തൊക്കെ തന്നിട്ടുണ്ട്, 2 സൈഡ്സ് തന്നിട്ടുണ്ട്. ഒന്ന് 10ഉം ഒന്ന് 8ഉമാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. 2 സൈഡിൽ എവിടെ വേണമെങ്കിലും ഇടാട്ടോ. പക്ഷെ നമ്മൾ ബേസിന് നമ്മൾ 10 കൊടുത്തു, ഇത് 8 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ പേര് കൊടുക്കാം. ABC പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയ കാണണമെങ്കിൽ എന്താണ് ഏരിയ കാണാനുള്ള ഫോർമുല? ഹാഫ് ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ AB ഇൻറ്റു H ആണ്. അതിൽ AB നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണെന്ന് അറിയാം, ഇവിടെ 10 ആണെന്ന് അറിയാം. അപ്പൊ എന്ത് നമുക്ക് ഇനി കണ്ടുപിടിക്കണം? H കണ്ടുപിടിക്കണം. അത്രയല്ലേ ഉള്ളൂ. H നമുക്ക് കിട്ടണമെങ്കിൽ
നോക്കാം. ഇനി നമ്മുടെ ട്രയാങ്കിൾ നമ്മൾ ട്രിഗ്നോമെട്രിയുടെ അളവുകൾ നോക്കുകയാണ് കേട്ടോ. ട്രിഗോണമെട്രി എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഇത് റൈറ്റ് ആംഗിൾ ആക്കിയില്ലേ, ഇത് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. അപ്പോ ഇത് 40 ഉണ്ട്. ഇനി നമുക്ക് ആവശ്യം 40ന്റെ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോക്കണം. എന്താ കാണേണ്ടത്? 40ന്റെ ഓപ്പോസിറ്റ് സൈഡാണ് എച്ച് അല്ലേ? അത് കിട്ടണം. എന്താ തന്നിരിക്കുന്നത്? 40ന്റെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് കാണണം, ഹൈപ്പോട്ടിന്യൂസ് തന്നിട്ടുണ്ട്. അപ്പൊ ഏതാ നമുക്ക് വേണ്ടത്? നമ്മൾ തീരുമാനിക്കണം. അവര് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുള്ള് തന്നിട്ടുണ്ടാവും. സൈന്, കോസ്, ടാന് എല്ലാം തന്നിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഏത് എടുക്കണമെന്ന് അറിയണമെങ്കിൽ ഏതാ തന്നിരിക്കുന്നത്, ഏതാ കാണേണ്ടത്. ഇവിടെ ഏതാ തന്നിരിക്കുന്നത്? ഹൈപ്പോട്ടിന്യൂസ് തന്നിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈഡ് കാണണം. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അതെന്താണ്? നമുക്ക് സൈൻ 40 ആണ്. സൈൻ 40 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ എത്രയാണ്? CD അല്ലെ? സൈൻ 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് CD ബൈ ഹൈപ്പോട്ടിന്യൂസ് 8 ആണ്. അപ്പൊ CD കാണാൻ എന്താ ചെയ്യാം? CD സൈൻ 40 ഇൻറ്റു 80 ആണ്. അതിന് നമുക്ക് നോക്കണം സൈൻ 40 എത്രയാണ് എന്ന്. എത്രയായിരിക്കും സൈൻ 40? ഇവിടെ ബാക്കിൽ നമുക്ക് തന്നിട്ടുണ്ട്. ടെക്സ്റ്റിന്റെ ബാക്കിൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാൻ പറ്റും. എത്രയാണ്? 0. സൈൻ 40 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ തന്നിട്ടില്ല, കാരണം നമ്മുടെ ടെക്സ്റ്റിൽ ബാക്കിൽ ഉണ്ട്. ആ പാഠത്തിന്റെ നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പേജ് ഞാൻ പറഞ്ഞു, അതിലുണ്ട്. അപ്പൊ സൈൻ 40 നമുക്ക് തന്നിരിക്കുന്നത് 0.6428 ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അളവ്. അപ്പൊ അതില് CD എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ CD സൈൻ 40 ഇൻറ്റു 8 ആണ്. സൈൻ 40 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 0.6428 അല്ലെ? ഇൻറ്റു ഇതിനെങ്ങനെ ഇന്റൽ ചെയ്യാം? CD കാണണമെങ്കിൽ സൈൻ 40 ഇൻറ്റു 8. അതേ ഇൻറ്റു എത്രയാ വരുന്നത്? 8. സൈൻ 40 അപ്പൊ നമുക്ക് കിട്ടി 0.6428 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5.1424 ആണ്. 5 ഇൻറ്റു ചെയ്ത് വെക്കാട്ടോ. ഇൻറ്റു ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഇൻറ്റു ചെയ്യണം. 6.6428നെ 8 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോ 5.1424 ആണ് വരുന്നത്. അതിനെ നമുക്ക് 3 ഡെസിമലിന് ശരിയാക്കാം അല്ലെ? 2 ഡെസിമലിന് ശരിയാക്കുമ്പോ മൂന്നാമത്തെ ഡെസിമൽ നോക്കാം. 5 5നേക്കാൾ കൂടുതലാണെങ്കിൽ ഇപ്പഴത്തെ കൊടുക്കണം. അപ്പൊ ഇവിടെ CD നമുക്ക് കിട്ടിയത് എത്രയാണെന്ന്? 5.14 കിട്ടിയില്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിന്റെ ഏരിയ ആണ് കാണേണ്ടത്. ഏരിയ കാണാനായിട്ട് ഇപ്പൊ നമുക്ക് കിട്ടിയതൊക്കെയാണ് ഹാഫ് AB നമുക്കറിയാം 10 ആണ്. ഇൻറ്റു H എത്രയാ വന്നത്? H ഇവിടെ എത്ര കിട്ടി? 5.14. ഇത് നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോ നമുക്ക് കിട്ടണത് 25.71 ആണ്. അത് സെന്റിമീറ്ററിലെ അളവ് 8 സെന്റിമീറ്റർ ആണ്, 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്കത് സ്ക്വയർ സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ സ്ക്വയർ എഴുതാം. അപ്പൊ നമുക്ക് കിട്ടിയല്ലേ? ഇതിന് നീ നോക്കാം, ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതാണ് നമുക്ക് ട്രയാങ്കിള് 40 തന്നിട്ടുണ്ട് അല്ലെ? 40ന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് കാണേണ്ടത്. അപ്പോ നമുക്ക് എന്താണ്? സൈൻ 40 ആണ് കാണേണ്ടത്. CD ബൈ 8 ആണ്. CD നമുക്ക് സൈൻ 40ന്റെ വില നമുക്ക് ടെക്സ്റ്റിൽ തരും. അപ്പൊ അതിനെ നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി, നമുക്ക് കിട്ടി. ഇനി ഏരിയ കാണാനായിട്ട് 1/2 ഇൻറ്റു 10 ഇൻറ്റു 5.14 നമുക്ക് കിട്ടി 25.71 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മൾ ആ കണക്ക് അവസാനിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഓക്കെ.